ലോകം പുതുവത്സരം ആഘോഷിക്കുമ്പോൾ സമരച്ചൂടിലാണ് ഖനൌരിയിലെ കർഷകർ. രണ്ടാം ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ച് 10 മാസം കഴിഞ്ഞിട്ടും പഞ്ചാബിൽ നിന്നും ഹരിയാന അതിർത്തി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. തണുപ്പ് 5 ഡിഗ്രിയിൽ താഴെ എത്തുമ്പോഴും സമരത്തിന് ചൂട് കൂടുകയാണ്. നരേന്ദ്രമോദി വിചാരിച്ചിട്ടും കർഷക സമരം പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഖനൌരിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിന്റെ കാരണങ്ങളെ പറ്റിയാണ്. ഓരോ സമരഭടനും ഗ്രാമങ്ങളെ പ്രതിനിധീകരിച്ച് എത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ അടുപ്പ് പുകയേണ്ടത് ഗ്രാമത്തിന്റെ കൂടി മുഴുവൻ ഉത്തരവാദിത്വമാണ്. സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പാടങ്ങളിലെ വിത്തും വിതയും കൊയ്ത്തും ഗ്രാമത്തിലെ മറ്റു കർഷകർ ചേർന്ന് നടത്തും. जी, रोटेशन जो गांव की जो इकाइयां हैं, जो यूनियंस की अपनी डिफरेंट यूनियंस हैं, उनकी जो इकाइयां हैं गांव की, वो उन्होंने अपना रोटेशन प्लान बनाया है कि एक टीम जाएगी उनका काम पीछे से गांव के लोग देखेंगे और 2 दिन 3 दिन हर गांव ने अपने हिसाब से, किसी ने 3 दिन का रोटेशन बनाया, किसी ने 4 दिन का रोटेशन बनाया. जो टीम जाएगी 3 दिन 4 दिन अपने हिसाब से वहां रहेगी, या हफ्ते तक का भी बना रखा है लोगों ने शेड्यूल. वो अपना पूरा करके वापस आ जाएंगे, फिर दूसरे लोग जाएंगे उनकी जगह. സമരത്തിന്റെ മുന്നോട്ടുപോക്കിൽ ഏറ്റവും അനിവാര്യമായ ഭക്ഷണ വിതരണം നടത്താനുള്ള വലിയ അടുക്കളയായ ലങ്കറാണ് നട്ടെല്ല്. ഖനൌരിയിൽ 10,000 പേരെത്തിയാലും പോറ്റാൻ കഴിയുന്ന 10 ലങ്കറുകളാണുള്ളത്. ഈ വലിയ അടുക്കളയിൽ റൊട്ടിക്കായി 15 ക്വിന്റൽ വരെയാണ് ആട്ടയുടെ ഉപയോഗം. 25 കിലോ നെയ്യ് ഒരു ദിവസം വേണ്ടിവരുമെന്ന് അറിയുമ്പോഴാണ് ഭീമൻ അടുക്കളയിൽ വെന്തിറങ്ങുന്ന ഭക്ഷണത്തെക്കുറിച്ച് ധാരണ കിട്ടുന്നത്. അയൽ ഗ്രാമങ്ങളിൽ നിന്നായി വെള്ള ടാങ്കറുകൾ, ട്രാക്ടറുകൾ വലിച്ചെത്തിക്കും. സെക്യൂരിറ്റി, മീഡിയ, ഗതാഗതം എന്നിങ്ങനെ പല വിഭാഗങ്ങൾ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ കർഷക മക്കൾ അവരുടെ വൈദഗ്ധ്യം കൂടി സംഭാവന ചെയ്യുമ്പോൾ വിദേശത്തിരുന്നു കൂടി സമരത്തിന്റെ ഭാഗമാകുകയാണ്. ഇതോടെ സമരക്കാരുടെ സോഷ്യൽ മീഡിയ കൂടി ഉഷാറായി. ആരോഗ്യ പരിപാലനത്തിനുള്ള സൗകര്യം കൂടി ഈ സമരവേദിയിലുണ്ട്. സമരം ഖനൌരിയിലാണെങ്കിലും BP കൂടുന്നത് അങ്ങ് ഡൽഹിയിലാണ്. 50 ഡോക്ടർമാരാണ് ചികിത്സ നൽകാനായി മാറി മാറി എത്തുന്നത്. जहाँ बात करें, यहाँ पर हमारे पास पेशेंट 200 से 300 तक पेशेंट सुबह यहाँ आते हैं, लेकिन हम रात को भी जैसे 2-3-4 किलोमीटर है ना मोर्चे पर ट्रॉलियां लगी है ना, वहाँ पर हम रात को भी राउंड लगाते हैं, रात को भी ट्रीट करते हैं पेशेंट को. ജഗദീഷ് ഡല്ലേവാൾ നിരാഹാരം അവസാനിപ്പിച്ചാൽ ഒന്നിനു പിന്നാലെ മറ്റൊരാളായി 7 പേരെയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. നിരാഹാര സമരത്തിനിടയിൽ ജീവൻ നഷ്ടമായാൽ അവരെ സംസ്കരിക്കില്ലെന്നും മൃതദേഹങ്ങൾ ഫ്രീസറിലാക്കി സമരവേദിയിൽ സൂക്ഷിക്കുമെന്ന് പറയുമ്പോഴാണ് വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ ഉഗ്രരൂപം വ്യക്തമാകുന്നത്. കർഷക സമരത്തിന്റെ വിജയം വൈകിപ്പിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കാരണം ക്ഷാമവും വിളനാശവും ഉൾപ്പെടെ നിരവധി ദുരന്തങ്ങൾ താണ്ടി വന്നവരാണിവർ. ഇവരെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. ഖനൌരിയിൽ നിന്നും ഹരി മുണ്ടൂറിനൊപ്പം D. ധനസുമോദ്, മീഡിയ 1.